KSRTC പൂട്ടിപ്പോകും. ഞാൻ അങ്ങനെ കാണുന്നില്ല. KSRTC ഇപ്പം തന്നെ നിലനിൽക്കുന്നത് സർക്കാർ ഓക്സിജൻ കൊടുത്തിട്ടാണ്. 160 കോടി രൂപയാണ് ഒരു മാസം KSRTCക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടാവുന്ന ആർക്കാ? അതിലത്തെ ജീവനക്കാർക്കാ പ്രധാനമായും, അല്ലേ? അവരുടെ ശമ്പളം മനുഷ്യന് മുടങ്ങാതെ പോകുന്നു. ഇത് ഓർഡിനറിയിലേ ഉള്ളൂ, ഫാസ്റ്റിലില്ല. അപ്പോൾ ഫാസ്റ്റിൽ വരുമല്ലോ. 5 കൊല്ലത്തൊരു ഗവൺമെന്റ് ഒന്നാമത്തെ മാസത്തിൽ നടപ്പാക്കേണ്ടത് ആദ്യത്തെ മുഴുവൻ കാര്യങ്ങളും അല്ല. പ്രൈവറ്റ് ബസ് നിന്ന് പോയാൽ അത് കേരളത്തിലെ യാത്രക്കാരിൽ 2 ഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കും. KSRTCക്ക് പകരം വണ്ടി ഇട്ട് കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. സർക്കാരിന് പ്രിയദർശിനി പിന്മാറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് സർക്കാർ പിന്മാറാൻ പറ്റില്ല. ഗവൺമെന്റിന് ഒത്തുതീർപ്പുണ്ടാകാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒത്തുതീർപ്പുകൾ അവസാനം വരുമ്പോൾ ബസ് ചാർജ് കൂട്ടലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഗതി. ഞാൻ പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പുറത്തല്ല സ്ത്രീകളുടെ സൗജന്യം കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ സൗജന്യം കൊടുത്തിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള ഒരു സാമൂഹിക ശാസ്ത്രത്തിന് പുറത്താണ്. അതുകൊണ്ട് അത് നിലനിർത്തിയേ പറ്റൂ. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന ഒരു കാര്യം ഇപ്പൊ പ്രിയദർശിനി എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ്. KSRTC ബസ്സിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പക്ഷെ സർക്കാർ അധികാരത്തിലേറി സാധാരണക്കാരായ സ്ത്രീകൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ പ്രിയദർശിനി എന്ന പേരിൽ ആ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും ഒഴിയാത്ത ഒരു ആശങ്ക, ഈ പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ആശങ്കകളുണ്ട്. KSRTC നഷ്ടത്തിലാകില്ല, അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകില്ലേ, സർക്കാരിന് ഇതൊരു ബാധ്യതയാകില്ലേ, 100 ദിവസം കഴിയുമ്പോൾ ഇത് നിർത്തുമെന്നൊക്കെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നുമുണ്ട്. എന്നാൽ മറുവശത്ത് ഇപ്പോഴും പരിഹരിക്കാത്തത് സ്വകാര്യ ബസ് ഉടമകൾ, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകാരുടെ അവർക്കുണ്ടായ ഒരു നഷ്ടം. അവർ നിരന്തരമായി പരാതികൾ പറയുന്നു, സമരങ്ങളിലേക്കും ഹർത്താലുകളിലേക്കും പോകുന്നു. പല ബസ് ഉടമകളും ബസ് സർവീസ് നിർത്താൻ പോകുന്നു എന്ന് പറയുന്നു. അതിനുകൂടി സർക്കാർ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പ്രിയദർശിനി ബസ് സൗജന്യം, യാത്രാ സൗജന്യം ഞാൻ വളരെ വളരെ നല്ലൊരു പരിപാടിയായിട്ടാണ് അന്നും ഇന്നും കാണുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരായ സ്ത്രീകളടക്കം പലരും അതിനെ സ്വാഗതം ചെയ്തു. അതൊരു സൗജന്യം മാത്രമല്ല, സ്ത്രീകളുടെ മൊബിലിറ്റി കൂട്ടുക എന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ കുറഞ്ഞ വരുമാനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. ഇപ്പം സ്ത്രീകളൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് അധികം പേര്. കടകളിൽ നിൽക്കുന്ന ആളുകൾ, മീൻ വിൽക്കുന്ന ആളുകൾ, അതുപോലെയുള്ള ആളുകൾ. അപ്പോൾ അതുപോലെ കുറേ ആളുകളുണ്ട്, ചെറിയ ശമ്പളം കിട്ടുന്ന ആളുകൾ. പിന്നെ വീട്ടമ്മമാർ, പിന്നെ ചികിത്സയ്ക്ക് പോകുന്നവർ, പിന്നെ തീർത്ഥാടനത്തിന് പോകുന്നവർ. അത് അതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു തീർത്ഥാടനത്തിനാണ് സ്ത്രീകൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആയിക്കോട്ടെ, സ്ത്രീകൾ പുറത്തിറങ്ങാണ്, അത് തീർത്ഥാടനമാണ് തീർത്ഥാടനം. അതിൻ്റെ മറ്റു രാഷ്ട്രീയമൊക്കെ വേറെ അന്വേഷിക്കണം. പക്ഷേ അത് അത്ര സ്വീകരിക്കപ്പെട്ടു. അതിനെതിരെ വന്ന ആദ്യ വിമർശനങ്ങളൊന്നും തന്നെ വിലയില്ലാത്തതായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് ഓർഡിനറിയിലേ ഉള്ളൂ, ഫാസ്റ്റിലില്ല. അപ്പോൾ ഫാസ്റ്റിൽ വരുമല്ലോ. 5 കൊല്ലത്തൊരു ഗവൺമെന്റ് ഒന്നാമത്തെ മാസത്തിൽ നടപ്പാക്കേണ്ടത് ആദ്യത്തെ മുഴുവൻ കാര്യങ്ങളും അല്ല. അതൊരു കാര്യമുണ്ട്. രണ്ടാമത്, എല്ലാ സ്ഥലത്തും ബസ്സില്ല. അതും ശരിയാണ്. പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇതിൻ്റെ സൗജന്യമില്ല. അതും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നിട്ടുണ്ടായതല്ല. ആകെ 10,000 ബസ്സിൽ 3,500 ബസ് ഇവരുടെ ഉള്ളൂ. ബാക്കി 6,000-6,500 ബസ് സ്വകാര്യ ബസ്സാണ്. മൂന്നാമത്, ഇത് KSRTC പൂട്ടിപ്പോകും. ഞാൻ അങ്ങനെ കാണുന്നില്ല. KSRTC ഇപ്പം തന്നെ നിലനിൽക്കുന്നത് സർക്കാർ ഓക്സിജൻ കൊടുത്തിട്ടാണ്. 160 കോടി രൂപയാണ് ഒരു മാസം KSRTCക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടാവുന്ന ആർക്കാ? അതിലത്തെ ജീവനക്കാർക്കാ പ്രധാനമായും, അല്ലേ? അവരുടെ ശമ്പളം മനുഷ്യന് മുടങ്ങാതെ പോകുന്നു. പിന്നെ കുറച്ച് യാത്ര ചെയ്യുന്നു. പക്ഷേ ഇത് വരുമ്പോൾ ഒരു 30 കോടി 40 കോടി കൊടുക്കണമെന്ന് വെച്ചോളൂ. എന്നാൽ തന്നെ വെച്ച് 30 കോടി 40 കോടിയോ കൊടുക്കണമെങ്കിൽ പോലും 160-200 കോടിയാവുന്നില്ലല്ലോ. ഈ അഡീഷണൽ കൊടുക്കുന്ന 40 കോടി കൊണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഒരു ദിവസം ഗുണം കിട്ടുന്നത്. പിന്നൊരു കാര്യം, ഇപ്പോൾ ഒരു CITU നേതാവിൻ്റെ പരാതി വന്നത് ബസ്സിൽ തിരക്ക് കൂടുന്നു. അതിപ്പോൾ ബസ്സിൽ തിരക്ക് കൂടും, KSRTCയിൽ തിരക്ക് കൂടും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരമില്ല, KSRTC പുതിയ ബസ് ഇടാം എന്ന് മന്ത്രി പറയുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. പുതിയ മേഖലകളിലേക്ക് ബസ് വരും. സ്വാഭാവികമായി ഇപ്പോൾ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പോയപ്പോൾ അവിടെയുള്ള സ്ത്രീകളുടെ പരാതി എന്തായിരുന്നു അറിയാം? ഞങ്ങൾക്ക് ബസ്സില്ല സാറേ, അവർക്കൊക്കെ സൗജന്യം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നില്ല, ബസ് വേണം. അത് ന്യായമാണ്. കൂടുതൽ ബസ്സുകൾ വരണം, കൂടുതൽ സൗജന്യം വരണം, ഇത് ഫാസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ വരുന്ന ആരോപണം അല്ലെങ്കിൽ നിൽക്കില്ല. കാരണം ജനങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ ഇടിച്ചു കയറാണ് ബസ്സിൽ, നല്ല കാര്യം. പക്ഷേ സുവർണ ഉയർത്തിയ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. കാരണം പ്രൈവറ്റ് ബസ് നമ്മൾ പറയുമ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വേണ്ട. പ്രൈവറ്റ് ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് അനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെന്ന് ചാർജ് നിശ്ചയിക്കുന്ന സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് നിശ്ചയിക്കുന്ന സർക്കാരാണ്.
എന്ന് പറഞ്ഞാൽ സർക്കാർ ബസ് ഓടുന്നത് പോലെ തന്നെയാണ് പ്രൈവറ്റ് ബസ്സും പബ്ലിക്കിന് ഗുണകരമാവുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 60% ബസ്സും അല്ലെങ്കിൽ 60-65% ബസ്സും സ്വകാര്യ ബസ്സാണ്. അപ്പോൾ മിക്കവാറും പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ്സേ ഉള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൗജന്യം കിട്ടുന്നില്ല എന്നുള്ളതൊന്ന്. അതിനേക്കാൾ പ്രധാനം സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കാൻ പോകുന്നില്ല. അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം കോവിഡ് കാലം മുതലാണ്. കോവിഡ് കാലം മുതൽ തന്നെ ബസ്സുകളൊക്കെ അടച്ചിടുകയും ഒരുപാട് കടബാധ്യത വരികയും പലരുടെയും ജോലി പോവുകയും 2 കണ്ടക്ടർ ഉള്ളത് 1 കണ്ടക്ടറാക്കി. ഇപ്പോൾ എറണാകുളത്തൊക്കെ നമുക്കറിയാം, മുമ്പ് 2 കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 കണ്ടക്ടറായി. അത് വരും. ഇപ്പോൾ മെട്രോ വന്നപ്പോൾ തന്നെ കുറേ ബസ്സിൻ്റെ വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ പുതിയ സംവിധാനം, ബോട്ട് സംവിധാനം ഇതാരം വന്നാൽ ചിലപ്പോൾ ബസ്സിൻ്റെ കുറയും. ആ രീതി മാത്രമല്ല അതിനെ കണ്ടത്. ഇങ്ങനെ ജനങ്ങൾക്കൊരു സൗജന്യം ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇത് മാറരുത് എന്നത് കാര്യമാണ്. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിച്ചേ പറ്റൂ. പല മാർഗങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഗവൺമെൻറ് ആദ്യം തുടക്കം എന്നുള്ള നിലയ്ക്ക് ചെയ്തൊരു കാര്യം, അവരുടെ ടാക്സ് പകുതിയാക്കി കൊടുത്തു. വാർഷിക ടാക്സ് ചെറിയ എമൗണ്ട് ആണെങ്കിലും വാർഷിക ടാക്സ് പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് നിൽക്കില്ല. കാരണം ചെലവ് കൂടിക്കൊണ്ടിരിക്കുക, ഡീസൽ വില കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നിർദ്ദേശം പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇവർക്ക് ഇപ്പോൾ ഓരോ വണ്ടി ഓടുന്നതിന് കിലോമീറ്റർ ഉണ്ടല്ലോ, ഇത്ര ലിറ്റർ ഡീസൽ വേണം, അത്രയും ഡീസൽ കുറഞ്ഞ നിരക്കിൽ കൊടുക്കുക, അതിന് സബ്സിഡി സർക്കാർ കൊടുക്കുക. അങ്ങനെ ആലോചിക്കാവുന്നത്. ഞാൻ പറഞ്ഞ് അതുപോലെ തെറ്റല്ല. കാരണം അവർ വണ്ടി ഓടട്ടെ, അവരുടെ ഇത് നിലനിർത്തട്ടെ. സ്വകാര്യ വണ്ടികൾക്ക് ഡീസൽ സൗജന്യം. അത് അല്ലെങ്കിൽ ഡൽഹിയിലെ പോലെയുണ്ട്. ഡൽഹിയിൽ ഇപ്പോൾ സ്വകാര്യ വണ്ടികൾ DTCയുടെ വണ്ടിയായിട്ടാണ് ഓടണേ. സ്റ്റാഫൊക്കെ അവർ തന്നെയാണ്. ഇവർ DTC ടിക്കറ്റ് കൊടുക്കും, DTCക്ക് ഇത്ര രൂപ വെച്ച് ഇങ്ങോട്ട് കൊടുക്കും, ടാക്സും സംഗതിയായിട്ട്. അവർക്ക് വണ്ടി ഓടാം, പക്ഷെ നിരക്ക് അവരുടെയാണ്. അപ്പോൾ അവരാളെ വിളിച്ച് കയറ്റിക്കോളും, അവരാളെ കൊണ്ടുപോകോളും. ടിക്കറ്റ് DTCയുടെ ആവണം, ചെക്കിങ് മാത്രമേ DTCയുടെ ഉള്ളൂ. KSRTC ടിക്കറ്റ് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ആലോചിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ വണ്ടി KSRTCക്ക് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. അവർക്കൊരു പ്രത്യേക എമൗണ്ട്, അവരെ CC അടയ്ക്കാനുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷേ KSRTC സ്റ്റാഫ് വേണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും സ്റ്റാഫിനെ KSRTC ഉണ്ടാക്കുക എന്നുള്ളത് രീതിയല്ല. അപ്പോൾ ഏതർത്ഥത്തിലും സ്വകാര്യ ബസ് എന്ന് പറയുന്ന സംവിധാനത്തെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 10-ാം തീയതി യോഗം വിളിച്ചിട്ടുണ്ടെന്നാണ്. അവരോട് വേറെ വരുമാനം ഉണ്ടാക്കാനൊക്കെ പറയുന്നതൊന്നും നടക്കില്ല. സ്വകാര്യ ബസ്സിന് വേറെ വരുമാനം ഉണ്ടാക്കാനൊന്നും നടക്കില്ല. കാരണം അതിനവർ കളിയാക്കി, അവരുടെ വിഷമം കൊണ്ടാണ് അവർ കളിയാക്കുന്നത്, അല്ലാണ്ട് പ്രിയദർശിനിക്കുള്ളതല്ല. മറ്റൊന്ന് ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ചാർജ് കൂട്ടലാണ്, ബസ് ചാർജ് കൂട്ടലാണ്. അപ്പൊ വീണ്ടും പ്രതിഷേധങ്ങൾ വരും. അല്ല, ബസ് ചാർജ് കൂട്ടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പുരുഷന്മാരുടെ ചാർജ് വളരെ കൂടും, സ്ത്രീകളുടെ ചാർജ് ഇല്ലാതെ വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. KSRTC ആകുമ്പോണ്ട് ഒരു അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹമാണല്ലോ. അത് ഏതെങ്കിലും കൊടുത്താൽ ഏതാൾക്കും അത് വരുമല്ലോ. അത് ആർക്ക് കൊടുത്താലും അത് പ്രശ്നം വരും. ഇപ്പം നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കിറ്റ് കൊടുത്തു. അപ്പോൾ ചിലർ ചോദിച്ചു, എന്തിനാ എല്ലാവർക്കും കിറ്റ്, ആവശ്യമുള്ളവർ കൊടുത്താൽ പോരെ. പക്ഷേ സർക്കാർ അങ്ങനെ വിവേചനം കാണിച്ചില്ല. അത് ശരിയായൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അവരെ ഇലക്ഷൻ ജയിക്കാൻ പോലും സഹായിച്ചിട്ടുമുണ്ട്. എല്ലാവർക്കും കിറ്റ് കൊടുത്തു, അത് നല്ല കാര്യമാണ്. അപ്പോൾ അത് ജനം സ്വീകരിച്ചു എന്നുള്ള അതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇതും ജനം സ്വീകരിക്കണമെങ്കിൽ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനുള്ള ഏത് തരത്തിലുള്ള സംവിധാനം, ഞാൻ കണക്കാക്കുന്നത് കുറച്ചുകൂടി സെൻസിബിളായൊരു മന്ത്രിയാണ് CP ജോൺ എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അല്ല, KSRTCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ CP ജോൺ വളരെ വ്യക്തമായി പറഞ്ഞു, KSRTC ബസ് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഗ്രാമവണ്ടിയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, KSRTC അങ്ങനെ നഷ്ടത്തിലാകില്ല, പ്രിയദർശിനി 100 ദിവസം കഴിയുമ്പോൾ നിർത്തില്ല എന്ന് പറയുമ്പോഴും ഇപ്പോഴും അദ്ദേഹം സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം പദ്ധതികളോ ആശയങ്ങളോ ഒന്നും പങ്കുവച്ചിട്ടില്ല. അതൊരു ആശങ്ക തന്നെയല്ലേ? അല്ല, അത് ആശങ്ക തന്നെയാണ്. അതിപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ പറയാൻ പറ്റൂ. ഇപ്പോൾ ജോൺ ഏകപക്ഷീയമായി അങ്ങനെ ഒരു അഭിപ്രായം മന്ത്രി പറയാൻ പാടില്ല. സ്വകാര്യ ബസ് കേരളത്തിൽ വളരെ സംഘടിതമായ ഒരു മൂവ്മെൻ്റാണ്. അവർക്കും കൃത്യമായ പ്ലാൻ ഉണ്ടാവും. ഇതിപ്പോൾ ഗവൺമെൻറ്റിനോട് നിങ്ങൾക്ക് ഇവർക്ക് സൗജന്യം കൊടുക്കരുത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ സൗജന്യമായി കിറ്റ് കൊടുത്താൽ നാട്ടിലെ പച്ചക്കറിക്കാരും പലചരക്കാരും പറയുമോ ഞങ്ങൾക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. റേഷൻ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം, ഒരു കാലത്ത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം വന്നതിനെതിരെ വലിയ പരാതി കേരളത്തിലുണ്ടായിരുന്നു. മാവേലി സ്റ്റോറൊക്കെ വന്നപ്പോൾ ലോക്കൽ കടകൾ വാമന സ്റ്റോറൊക്കെ ഇറക്കിയ ഓർമ്മ എനിക്കുണ്ട്. കാരണം അവർക്ക് നഷ്ടം വരും എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ പറ്റില്ല. ആളുകൾക്ക് അത് കൊടുക്കുന്നതിന് സൗജന്യം കൊടുക്കാൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, സർക്കാർ കൊടുക്കുകയാണ്. പിന്നെ സർക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസ അവർ വീണ്ടും സ്ത്രീകൾക്ക് കിട്ടുന്ന പൈസ അവർ വേറെ രീതിയിൽ ചിലവാക്കുമ്പോൾ സർക്കാരിന് ഗുണകരമാണ്. KSRTC കിട്ടുന്നു എന്നുള്ളതിന് ഗുണകരമാണ്. മണി റൊട്ടേഷൻ, സർക്കുലേഷൻ അത് പ്രൈവറ്റുകാരുടെ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ പ്രൈവറ്റുകാരുടെ കാര്യത്തിൽ
എന്താണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്ലാൻ എന്ന് സീരിയസ് ആയി ആലോചിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രൈവറ്റ് ബസ്സിൽ നിന്ന് പോയാൽ അത് കേരളത്തിലെ യാത്രക്കാരിൽ 2 ഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കും. KSRTCക്ക് പകരം വണ്ടി ഇട്ട് കൊടുക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല, അവരുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും KSRTC നമ്മുടെ ഐഡിയൽ കിനാശ്ശേരി എന്ന് പറയുന്ന മാതിരിയുള്ള സ്വപ്നത്തിലെ കിനാശ്ശേരി എന്ന് പറയുന്നത് KSRTC ബസ് മാത്രം ഓടുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിലൊക്കെ മിക്കവാറെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ബസ്സാണ്. പക്ഷെ അവിടെയും വലിയ തോതിൽ സബ്സിഡി കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ സബ്സിഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് നല്ല 1000 കോടി രൂപയുടെ കൊടുക്കുന്നുണ്ട്. കൊടുക്കാതെ പറ്റില്ല. ഞാൻ പറഞ്ഞത് KSRTCക്കോ ഈവൻ പ്രൈവറ്റ് ബസ്സിനോ സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന്. കാരണം അവർ സർക്കാർ പറയുന്ന അനുസരിച്ചല്ലേ ഓടണേ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സർക്കാർ പറയുന്ന റൂട്ടിൽ സർക്കാർ പറയുന്ന സമയത്ത് സർക്കാർ പറയുന്ന നിരക്കിലല്ലേ ഓടുന്നത്, നല്ല റോബിൻ ബസ്സിന്റെ പോലെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സംവിധാനം സ്വകാര്യ ബസ്സുകൾ ഉപയോഗിക്കണം. അതിന് എങ്ങനെ അവരെ എംപവർ ചെയ്യാം എന്നുള്ളത് സർക്കാരിന് ചെലവ് വന്നാൽ പോലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ നല്ല സ്വകാര്യ ബസ് വരണം. അല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നു. ഏതെങ്കിലും ഒരു കാരണവശാൽ സർക്കാരുമായി നടത്തുന്ന ചർച്ചകൾ പരാജയപ്പെടുകയാണ് എങ്കിൽ സ്വകാര്യ ബസ് ഉടമകൾ എല്ലാവരും, പല ജില്ലകൾ മാത്രമാണ് സമരം, സംസ്ഥാനം ഒട്ടാകെ സ്വകാര്യ ബസ്സുകൾ ഇനി ഓടുന്നില്ല എന്നൊരു നിലപാടെടുക്കുകയാണ് എങ്കിൽ സർക്കാരിന് പ്രിയദർശിനിയിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാരിന് പ്രിയദർശിനിയിൽ നിന്ന് പിന്മാറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് സർക്കാർ പിന്മാറാൻ പറ്റില്ല. പിന്നെ ഒത്തുതീർപ്പുണ്ടാകാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒത്തുതീർപ്പുകൾ അവസാനം വരുമ്പോൾ ബസ് ചാർജ് കൂട്ടലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു സംഗതി. പിന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ. ഇനി വേറൊരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞല്ലോ, പല ജില്ലകളിലും KSRTC ഇല്ല. KSRTC ഇല്ലാത്ത സ്ഥലത്ത് ഇവർക്ക് ഈ പരാതിയില്ല. അതും എല്ലാ റൂട്ടിലും ഇല്ല, ചില റൂട്ടിലേ ഉള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം, പാലക്കാട് കോഴിക്കോട് KSRTC പാലക്കാട് സ്റ്റാൻഡിൽ KSRTC വണ്ടി കൊണ്ട് നിർത്തിയപ്പോഴേക്കും ഇതിലെ സ്ത്രീകളൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോയി. ഇതിലെ ആളില്ല. മുമ്പ് ഓടിയിരുന്ന വണ്ടിയിൽ ആളില്ല. അതിപ്പോൾ റീലുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മുമ്പ് ഓടിയിരുന്നു, വേറെ മോശപ്പെട്ട റീലുകളുണ്ട്, നല്ല റീലുകളുണ്ട്. പെൺകുട്ടികൾ അതിൽ കയറുന്നു, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വേറെ റീലുകളുണ്ട്. പക്ഷെ സ്വാഭാവികമായും പ്രാക്ടിക്കലായി സ്ത്രീകൾ KSRTC കണ്ടാൽ അതിലേക്ക് കയറും, ഒരു തർക്കമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഉദാഹരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തി വില കുറച്ച് സാധനം ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിൽ സ്വകാര്യ കച്ചവടക്കാർ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. സർക്കാരിൻ്റെ ജോലിയാണ്. ഞാൻ പറഞ്ഞ് അത് ചെയ്യാം. പക്ഷെ അത് അവർ പിണങ്ങുന്നുള്ളതുകൊണ്ട് നിർത്തി വയ്ക്കാൻ പറ്റും? കച്ചവടക്കാർ പിണങ്ങുന്നുള്ളതുകൊണ്ട് റേഷൻ കടയോ മാവേലി സ്റ്റോറോ നിർത്തി വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് കൂടുതൽ മെച്ചപ്പെടുത്തല്ലേ വേണ്ടേ. അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബസ്സിൽ അതിനു വേണ്ടി ഇത് നിർത്താൻ സർക്കാരിന് കഴിയില്ല. ഇത് നിർത്താൻ സർക്കാരിന് ഇപ്പോൾ എന്തായാലും കഴിയും. അതുകൊണ്ട് സർക്കാർ കുറച്ചുകൂടി ചെലവ് ചെയ്യേണ്ടി വന്നേക്കാം ഏതെങ്കിലും വിധത്തിൽ. അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ കർണാടകയിലൊക്കെ ചാർജ് കൂട്ടി, ഈ സ്ത്രീകളുടെ സൗജന്യം വന്നതിന് ശേഷം. അവിടെ പിന്നെ സ്റ്റുഡൻസിനെ എല്ലാം കൊടുത്തു, ആൺകുട്ടികൾക്കും സ്റ്റുഡൻസിന് പൂർണ്ണമായി സൗജന്യമാണ്. അവിടെ കൂട്ടി. പക്ഷെ അവിടെ കൂടുതലുള്ളതും സ്വകാര്യ KSRTC ആണ് എന്നതുകൊണ്ട് ജനങ്ങൾ അത്ര പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല. ചാർജ് കൂട്ടി അവിടെ. അപ്പോൾ ആണുങ്ങൾ കൊടുക്കുന്ന ചാർജ് കൂടും, പെണ്ണുങ്ങൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കും എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതൊരു തരം ബാലൻസിങ് ആണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ, പക്ഷേ കേരളത്തിൽ സ്ത്രീകളാണ് കൂടുതൽ, പുരുഷന്മാർ കുറവാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ സൗജന്യം കൂടുതലാവുമോ കിട്ടുമോ? അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പുറത്തല്ല സ്ത്രീകളുടെ സൗജന്യം കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ സൗജന്യം കൊടുത്തിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന് അപ്പുറത്തുള്ള ഒരു സാമൂഹിക ശാസ്ത്രത്തിന് പുറത്താണ്. അതുകൊണ്ട് അത് നിലനിർത്തിയേ പറ്റൂ. സാമൂഹ്യമായി ശരിയായ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാമ്പത്തികമായി ചിലപ്പോൾ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞു, നല്ല ആശുപത്രി ഉണ്ടാക്കുന്നു, നല്ല സ്കൂൾ ഉണ്ടാക്കുന്നു, നല്ല പൊതുവിതരണം ഉണ്ടാക്കുന്നു, നല്ല കുടിവെള്ളം ഉണ്ടാകുന്നു. ഇതുകൊണ്ടൊക്കെ സർക്കാർ ചിലവാക്കണ്ടേ? സർക്കാർ ചിലവാക്കുന്നുണ്ട്. എന്തോ സർക്കാരിന് എല്ലാവർക്കും നല്ല വെള്ളം കൊടുക്കുന്നതല്ലേ നല്ലത്. നല്ല ആരോഗ്യ സംവിധാനം ഉണ്ടാക്കുന്നു. സർക്കാർ പൈസ ചിലവാക്കി എന്നുള്ളത് ഒരു നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കണ്ടേ. ഒരു സാമൂഹ്യ സേവന സംവിധാനത്തിൽ നിങ്ങൾ അതിൽ മോശം വരുന്ന ആളുകൾ, ഇപ്പോൾ സർക്കാർ ആശുപത്രി നന്നാക്കി അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ സമരത്തിന് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കാൻ പറ്റില്ലല്ലോ. ആളുകൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ധാരാളം പോകുന്നുണ്ട്. അപ്പോൾ അയ്യോ സർക്കാർ ആശുപത്രി നന്നാക്കരുതിട്ടു. ചില അണ്ടർഗ്രൗണ്ട് കളികളൊക്കെ ഉണ്ടാവും, പക്ഷെ നേരിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയുള്ളൂ ഇത്. അപ്പോൾ ഇവിടെയും സർക്കാർ ഒരു സംവിധാനം കണ്ടെത്തിയേ പറ്റൂ സ്വകാര്യ ബസ്സുകൾ നിലനിർത്താൻ. പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് ബസ്സുള്ള റൂട്ടുകൾ, KSRTC ധാരാളമുള്ള റൂട്ടുകൾ.
SRTC കുറവുള്ള റൂട്ടിലൊന്നും വിഷയമല്ല. എറണാകുളത്തൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല. തിരുവനന്തപുരം ജില്ലയിലായിരിക്കും ഏറ്റവും വലിയ തിരുവനന്തപുരം ജില്ലയും വയനാടുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. അങ്ങനത്തെ ചില റൂട്ടുകൾ, ഞാൻ കാണുന്ന ചില റൂട്ടുകളിലാണിത് ഗൗരവതരമായ വിഷയമാവുന്നത്. അവിടെ അത് പരിഗണിച്ചേ പറ്റൂ.